വാസുകി ടോക്സ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ 1 അവർ സ്ട്രീമിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇരട്ട സഹോദരന്മാരെ പറ്റിയാണ്. നിങ്ങൾ ടീസർ, കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നിവ ശ്രദ്ധിച്ചിരിക്കും. ഇവർ ദേവന്മാരുടെ വൈദ്യന്മാരാണ്. എന്നിരുന്നാലും സ്വർഗത്തിലെ ചില കാര്യങ്ങൾക്ക് ഇവർക്ക് വിലക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവർ പ്രത്യക്ഷപ്പെട്ടത്? ആരാണ് ഇവർ? ഈ കഥയുടെ തുടക്കം സൂര്യലോകത്ത് നിന്നാണ്. അതിൽ വിശ്വകർമാവിന്റെ പുത്രിയും സൂര്യദേവന്റെ പത്നിയുമാണ് സഞ്ജാദേവി അല്ലെങ്കിൽ സഞ്ജന. എങ്ങനെ വേണമെങ്കിലും ആ ദേവിയെ നമുക്ക് വിളിക്കാം. അങ്ങനെ സൂര്യപത്നിയായ സഞ്ജാദേവിക്ക് കാലം പോകെ പോകെ തന്റെ പതിയുടെ താപം, സൂര്യതാപം സഹിക്കവയ്യാതെയായി. എന്നാൽ ഈ കാര്യം സൂര്യദേവനോട് തന്നെ തുറന്നു പറയാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. യമൻ, യമുന, വൈവസ്വത മനു എന്നിവരായിരുന്നു സൂര്യദേവന്റെയും സഞ്ജാദേവിയുടെയും മക്കൾ. അങ്ങനെ എത്രയവർ സഹിച്ചിട്ടും അവർക്ക് ആ സൂര്യതാപം സഹിക്കവയ്യാതെയായി. ഈ ദേവിക്കും ചില ദിവ്യ ശക്തികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സഞ്ജാദേവി തന്റെ നിഴലിൽ നിന്നും ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. നമ്മുടെ രൂപത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ലല്ലോ നമ്മളുടെ തന്നെ നിഴൽ. അങ്ങനെ ആ ദേവി, സഞ്ജാദേവി അവരുടെ നിഴലിൽ നിന്നും അവരുടെ തന്നെ രൂപസാദൃശ്യമുള്ള ഒരു സ്ത്രീയെ നിർമ്മിച്ചു. എന്നിട്ട് തന്റെ സ്ഥാനത്ത് ഇരിക്കണമെന്നും ഒരു കാരണവശാലും താൻ സഞ്ജാദേവി അല്ല എന്ന കാര്യം സൂര്യൻ അറിയരുതെന്നും അവരോട് ശട്ടം കെട്ടി. ആ വന്ന ആ സ്ത്രീക്ക് അവർ ഛായ എന്ന പേരാണ് നൽകിയത്. സംസ്കൃതത്തിൽ ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ എന്നാണ്. ആ ഛായാദേവിയും അപ്പോൾ ഒരു കാര്യം പറഞ്ഞു: ഞാനായിട്ട് ഈ സത്യം വെളിപ്പെടുത്തുകയില്ല. പക്ഷേ ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സൂര്യദേവൻ എന്നോട് ദേഷ്യപ്പെടുകയോ ആ ദേഷ്യം വല്ലാതെ കൂടി അദ്ദേഹം എന്നെ ശപിക്കുന്നതിന്റെ വക്കിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ ഞാൻ എങ്ങനെ വന്നുവെന്നും ഞാൻ ഭവതിയല്ല എന്നുള്ള സത്യം അദ്ദേഹത്തോട് പറയും. അതുവരെ ഞാൻ വാക്കു തരുന്നു, ഞാൻ ആരാണെന്നുള്ള കാര്യം അദ്ദേഹത്തോട് പറയില്ല. ഞാൻ സഞ്ജാദേവിയായി തന്നെ അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞുകൊള്ളാം. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ച് മക്കളെയും ഈ ഛായയുടെ അടുത്താക്കിയിട്ട് അവർ തന്റെ പിതാവായ വിശ്വകർമാവിന്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട് വിശ്വകർമാവിന് വല്ലാതെ കോപം വരികയും സൂര്യതാപം സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ താൻ ഒന്നെങ്കിൽ പിതാവായ തന്നോട് വന്ന് കാര്യം പറയുകയും അങ്ങനെ താൻ സൂര്യനെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് ഇതിനൊരു പരിഹാരം കാണുകയും ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ സൂര്യദേവനോട് തന്നെ ഇത് സംസാരിക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മറിച്ച് വേറെ ഒരു സ്ത്രീയുടെ കയ്യിൽ സ്വന്തം ഭർത്താവിനെയും മക്കളെയും കുടുംബത്തെയും വീടിനെയും ഏൽപ്പിച്ചിട്ട് വന്നത് വലിയ മണ്ടത്തരമായി പോയി എന്നും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സൂര്യദേവനോട് തുറന്നു പറഞ്ഞ് വീണ്ടും സൂര്യലോകത്ത് തന്നെ ഭർത്താവും മക്കളും ഒന്നിച്ച് ജീവിക്കണം, അല്ലാതെ പക്ഷം തന്റെ വീട്ടിൽ ഈ ഒരു മണ്ടത്തരം ചെയ്തിട്ട് വന്ന തന്റെ പുത്രിക്ക് സ്ഥാനമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ താൻ ചെയ്ത കാര്യങ്ങളെല്ലാം സൂര്യദേവനോട് തുറന്നു പറയാൻ അവൾക്ക് ഭയമായിരുന്നു. അങ്ങനെ അവൾക്ക് പിതാവിന്റെ വീട്ടിലും കയറാൻ പറ്റിയില്ല. പതിയുടെ വീട്ടിൽ തിരിച്ചു പോവാൻ അവൾക്ക് ഭയമായിരുന്നു. അങ്ങനെ അവൾ വീണ്ടും തന്റെ ദിവ്യ ശക്തി ഉപയോഗിച്ച് ഒരു കുതിരയായി മാറുകയും അനന്തരം ഹിമാലയത്തിന്റെ അടുത്തുള്ള പുൽമേടുകളിൽ ഒരു പെൺകുതിരയായി മേഞ്ഞ് അലഞ്ഞു നടക്കുവാൻ തുടങ്ങി. അങ്ങനെ കാലങ്ങൾ കുറെ
കഴിഞ്ഞുപോയി. തന്റെ കൂടെ ഇരിക്കുന്നത് ഛായാദേവിയാണെന്നുള്ള കാര്യം സൂര്യദേവൻ അറിഞ്ഞില്ല. അങ്ങനെ കാലങ്ങൾ കടന്നു പോവുകയും സൂര്യനും ഛായാദേവിക്കും 3 മക്കൾ ഉണ്ടായി. അവരാണ് ശനീശ്വരൻ, ഭക്തി, നദി, പിന്നെ ആ, സർവാണി എന്ന് പറയുന്ന മനു. അങ്ങനെ 3 മക്കളാണ് അവർക്കും ഉണ്ടായത്. അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഛായാദേവി മാതൃവാത്സല്യം സ്വന്തം മക്കളോട് മാത്രം കാണിക്കുകയും ഒരു ഭേദഭാവം സഞ്ജയുടെ മക്കളായ യമൻ, യമുന എന്നിവരോട് കാണിക്കാൻ തുടങ്ങി. യമനാണ് ഈ കാര്യം വളരെയധികം ശ്രദ്ധിച്ചത്. ഏറെ നാൾ ആ മക്കൾ ഇത് സഹിക്കുകയും ഒരു ദിവസം സഹികെട്ടപ്പോൾ സൂര്യദേവനോട് യമൻ ഇത് തന്റെ അമ്മയല്ലെന്നും തന്റെ അമ്മ ഇങ്ങനെ തന്നോട് പെരുമാറില്ലെന്നും നേരെ ഭക്ഷണം പോലും അവർക്ക് തനിക്കും സഹോദരിയായ യമുനയ്ക്കും നൽകുന്നില്ലെന്നും പറഞ്ഞു. അങ്ങനെ ഈ യമൻ പറഞ്ഞ കാര്യങ്ങൾ സൂര്യദേവൻ ഗൗരവമായിട്ട് എടുക്കുകയും ആ ഛായയുടെ നടപടികൾ വീക്ഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ പുത്രനായ യമൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ട് ഒരു ദിവസം ഛായയെ വിളിച്ചു പറഞ്ഞു, യമൻ, യമുന, തപ്തി എല്ലാവരും നിന്റെ ശനീശ്വരൻ ഇവരെല്ലാവരും നിന്റെ തന്നെ മക്കളല്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു ചിറ്റമ്മ നയം യമനോടും യമുനയോടും എടുക്കുന്നത്? അതിനവൾ ഉത്തരമൊന്നും പറഞ്ഞില്ല. അവളുടെ മൗനം വല്ലാതെ സൂര്യദേവനെ കോപിതനാക്കി. അങ്ങനെ അദ്ദേഹം അവളെ ശപിക്കാൻ ഒരുങ്ങിയ ആ സമയത്ത് തൊഴുകൈയോടെ ആ പാദത്തിൽ വീണ് നമസ്കരിച്ച് അവൾ സത്യം തുറന്നു പറഞ്ഞു. ഞാൻ അങ്ങ് വിചാരിക്കുന്ന പോലെ അങ്ങയുടെ സഞ്ജയല്ല, അങ്ങയുടെ സഞ്ജനയല്ല. സഞ്ജനയുടെ നിഴലിൽ നിന്നും സഞ്ജന സൃഷ്ടിച്ച ഛായയാണു ഞാൻ. അങ്ങയുടെ താപം സഹിക്കവയ്യാതെ ഏറെ കാലം മുമ്പേ തന്നെ സഞ്ജന ഈ സൂര്യലോകം വിട്ട് പോയിരുന്നു. എന്നോട് ഇതൊന്നും അങ്ങയോട് പറയരുതെന്നും അപ്പോൾ ഞാൻ ഒരു ഘട്ടം വരുമ്പോൾ സൂര്യദേവൻ എന്ന് ശപിക്കുന്ന ഒരു ഘട്ടം വരുമോ അപ്പോൾ ഈ സത്യമൊക്കെ ഞാൻ പറയുമെന്ന് ആ ദേവിക്ക് വാക്കു കൊടുത്തിരുന്നു. ഇപ്പോൾ ഞാൻ സത്യമെല്ലാം അങ്ങയോട് പറയുന്നു. ഇത് കേട്ട് സൂര്യദേവന്റെ കോപം ഇരട്ടിയാവുകയും ഛായയെയും മക്കളെയും അദ്ദേഹം സൂര്യലോകത്ത് നിന്നും പോയിക്കൊള്ളുവാൻ പറഞ്ഞു. അനന്തരം സഞ്ജനയെ തേടി അദ്ദേഹം ഇവിടെ എത്തി. സഞ്ജനയുടെ പിതാവായ വിശ്വകർമാവിന്റെ വീട്ടിലെത്തി ചോദിച്ചപ്പോൾ താൻ ഉപദേശിച്ചത് എന്താണെന്നും ഇതുവരെ താൻ സഞ്ജന സൂര്യനുമൊത്ത് വാഴുകയാണെന്നാണ് കരുതിയിരുന്നതെന്നും എന്നാൽ തനിക്ക് അറിയില്ലെന്നും പറഞ്ഞു. ഇതിൽ വല്ലാതെ വിഷമം തോന്നിയ സൂര്യൻ കുറെ കാലം പത്നിയായ സഞ്ജനയെ ബ്രഹ്മാണ്ടം മുഴുവൻ തേടി നടന്നു. അങ്ങനെ ഒടുവിൽ അദ്ദേഹം ഹിമാലയ പർവ്വതത്തിനടുത്തുള്ള ഒരു പുൽമേട്ടിൽ ഒരു പെൺകുതിരയുടെ രൂപത്തിൽ അവൾ മേഞ്ഞു നടക്കുന്നത് കണ്ടു. ഉടനെ തന്നെ അദ്ദേഹവും ഒരു കുതിരയുടെ രൂപം സ്വീകരിച്ച് അവളുടെ അടുത്തെത്തി. എന്നാൽ അങ്ങേയറ്റം പതിവ്രതയായ സഞ്ജനാദേവി കുതിരയുടെ രൂപം എടുത്തിരുന്നെങ്കിലും വേറെ ഒരു പുരുഷനെയും സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവളുടെ അടുത്ത് കുതിരയുടെ രൂപത്തിൽ എത്തിയ സൂര്യദേവൻ താൻ അവളുടെ സൂര്യൻ തന്നെയാണെന്ന് പറയുകയും താൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് പറയുകയും തനിക്ക് ഈ സൂര്യതാപം താങ്ങാൻ പറ്റില്ലായിരുന്നെങ്കിൽ തുറന്ന് പറയാമായിരുന്നല്ലോ, ഇത് എന്റെ സ്വഭാവത്തെ തന്നെ നിരീക്ഷിക്കാൻ ഒരു ഘട്ടമായി താൻ ചിന്തിക്കാമെന്നും സൂര്യദേവൻ പറഞ്ഞു. അങ്ങനെ സൂര്യദേവനും ഒരു ആൺകുതിരയുടെ രൂപത്തിൽ ആ പുൽമേട്ടിൽ കുറേയേറെ കാലം സഞ്ജനയുമായി ജീവിച്ചു. അങ്ങനെ സഞ്ജനയും സൂര്യനും കുതിരയായി ജീവിച്ച സമയത്താണ് അവർക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. വളരെ വിചിത്രമായിരുന്നു അവരുടെ രൂപം. തല കുതിരയുടെ, ഉടൽ മനുഷ്യന്റെ. സംസ്കൃതത്തിൽ കുതിരയ്ക്ക് അശ്വം എന്നാണല്ലോ പേര്. അങ്ങനെ ഈ ഇരട്ട സഹോദരന്മാർക്ക് ഒരു പേര് ലഭിച്ചു. അവരാണ് അശ്വിനി ദേവന്മാർ. ഇവർ രണ്ടു പേർക്കും ഓരോരോ നാമമുണ്ട്. സത്യൻ, ഭാസ്രൻ എന്നാണ് ഇവരുടെ പേര്. എന്നാൽ ഇരട്ടകളായ ഇവർ എല്ലാ രീതിയിലും കാണാൻ ഒരേപോലെയാണ്.
അതുകൊണ്ടാണ് പുരാണങ്ങളിലും ഋഗ്വേദത്തിലും ഇവരെ അശ്വിനി ദേവന്മാർ എന്ന് തന്നെ പറയുന്നത്. ഇതിൽ നസത്യൻ എന്നത് കൊണ്ട് സത്യത്തെ മാത്രം ആ, ആ, സത്യം മാത്രം പറയുന്ന ഒരാൾ എന്നും സത്യമല്ലാതെ വേറെ ഒന്നും അറിയില്ല എന്നുമാണത്രേ നസത്യൻ എന്നതിന്റെയും. എന്നാൽ ദാസ്രൻ എന്നത് പല അത്ഭുത വിദ്യകൾ അറിയുന്നവനും അപാര നൈപുണ്യം അല്ലെങ്കിൽ കൈപുണ്യം ഉള്ളവൻ എന്നാണ് അത്രേ അർത്ഥം. അങ്ങനെ ഈ അശ്വിനി ദേവന്മാരാണ് പിന്നീട് ദേവന്മാരുടെ വൈദ്യന്മാരായത്. ഋഗ്വേദത്തിൽ ഇവരെ പറ്റി കുറെ ഏറെ തന്നെ പറയുന്നുണ്ട്. ഋഗ്വേദത്തിലെ 1-ാം മണ്ഡലത്തിലെ 34-ാം സൂക്തവും അതേപോലെ 46, 47 സൂക്തവും ഋഗ്വേദത്തിലെ 8-ാമത്തെ മണ്ഡലവുമെല്ലാം ഇവരെ തന്നെയാണ് പ്രകീർത്തിക്കുന്നത്. ഇവർ ചെയ്തത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ അശ്വിനി ദേവന്മാർ ദേവവൈദ്യന്മാരാണ്. ഇവർ എന്തൊക്കെ ചെയ്തു? ഇവരെ പറ്റി ഒരു കഥ ശ്രീമദ് ഭാഗവതത്തിലെ 9ാം സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലും അതേപോലെ തന്നെ മഹാഭാരതത്തിലെ വനപർവത്തിലും വരുന്നുണ്ട്. ഇന്നെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ശവനപ്രാവശ്യം. ഈ ശവനപ്രാശം ഇവരുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇവരുമായി ഇടപെട്ട ഒരാളുമായി ശവനപ്രാശത്തിനും ബന്ധമുണ്ട്. ഇന്നെല്ലാം നമ്മൾ കേൾക്കുന്ന ഒന്നാണ് വെപ്പുകാല് അല്ലെങ്കിൽ പ്രോസ്തെറ്റിക് ലിംബ്. എത്രയോ നൂറ്റാണ്ടുകൾ യുഗങ്ങൾ മുമ്പ് ഈ അശ്വിനി ദേവന്മാരാണത്രേ ഈ വെപ്പുകാൽ ആദ്യമായി വെച്ചത്. വിഷപാല എന്നൊരു രാജ്ഞി വീര യോദ്ധാവായിരുന്നു. പതിയോടൊപ്പം അവരും യുദ്ധഭൂമിയിൽ യുദ്ധത്തിനായി ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിൽ ശത്രുവിന്റെ വെട്ടേറ്റ് അവരുടെ ഒരു കാൽ അറ്റുപോയി. ആ അറ്റുപോയ കാലിന്റെ അവിടെ ഒരു ഇരുമ്പു കാൽ വെച്ച് പിടിപ്പിച്ചത് അശ്വിനി ദേവന്മാരാണെന്ന് ഋഗ്വേദത്തിലെ 1-ാം മണ്ഡലത്തിലെ സൂക്തങ്ങൾ പറയുന്നു. 116-ാമത്തെ മന്ത്രം ഇതാണ് പറയുന്നത്. അതേപോലെ തന്നെ അത്രി മഹർഷി ഒരിക്കൽ ചില വനത്തിലുള്ള ആദിവാസികൾ ഇദ്ദേഹം ആരാണെന്ന് അറിയാതെ ആ വനത്തിൽ താമസിക്കുന്നവർ അദ്ദേഹത്തെ കെട്ടിയിടുകയും അദ്ദേഹത്തിനെ ഒരു ഗുഹയിൽ അടച്ച് അവിടെ മുഴുവൻ തീ കത്തിക്കുകയും ചെയ്തു. ഉഷ്ണം സഹിക്കവയ്യാതെ അദ്ദേഹം അശ്വിനി ദേവന്മാരെയാണത്രേ രക്ഷയ്ക്കായി വിളിച്ചത്. അങ്ങനെ ആ പരിസരത്ത് മുഴുവൻ മഴ പെയ്യിച്ച് ആ അത്യുഷ്ണത്തിൽ നിന്നും അത്രി മഹർഷിയെ ഇവർ രക്ഷിച്ചു എന്നും ഋഗ്വേദം പറയുന്നുണ്ട്. കണ്വ മഹർഷിക്ക് കണ്ണുകൾ നൽകിയതും ഇവർ തന്നെയാണത്രേ. ഈ ഇരട്ട സഹോദരന്മാരായ അശ്വിനി ദേവന്മാരുടെ ഒരു സുഹൃത്തായ ബ്യുജസ് എന്ന പേരുള്ള ഒരാൾ സമുദ്രത്തിലെ കൊടുങ്കാറ്റിൽ കുടുങ്ങിപ്പോയപ്പോൾ അവിടെ ഉടനെ അവർ ഓടിയെത്തുകയും ആ സമുദ്രത്തിലെ കൊടുങ്കാറ്റിൽ നിന്നും വളരെ സുരക്ഷിതമായി ഈ സുഹൃത്തിനെ കരയിൽ എത്തിച്ചതും ഈ ഇരട്ട സഹോദരന്മാർ തന്നെയാണത്രേ. ഈ അശ്വിനി കുമാരന്മാർ ഇവിടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിത്യ യൗവനമുള്ളവരാണ്. ഇവരുടെ രഥം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു രഥമാണത്രേ. ഇവരുടെ ശരിക്കുമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഈ അശ്വിനി കുമാരന്മാർ ചെയ്യുന്ന അവരുടെ മെയിൻ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. നമുക്ക് അപകടങ്ങൾ പറ്റുമ്പോൾ അതിൽ നിന്നും നമുക്ക് സുരക്ഷ നൽകുന്നു. നമ്മളുടെ ശരീരത്തിന് ബലക്ഷയം സംഭവിക്കുമ്പോൾ നമുക്ക് പുത്തൻ ഉണർവ് നൽകി നവജീവൻ നമുക്ക് പകരുന്നു. നമ്മൾക്ക് ഒരു രോഗാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇവരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം കിട്ടുമെന്നാണ് ഋഗ്വേദം തന്നെ പറയുന്നത്. ഇവരുടെ രഥം 2 അല്ല 3 ചക്രത്തിലാണ് സഞ്ചരിക്കുന്നതെന്നും ഇവരുടെ രഥം കുതിരകൾ മാത്രമല്ല കൂറ്റൻ ചിറകുള്ള ചില പക്ഷികളാണ് ഈ രഥം വലിക്കുന്നതെന്നും ഈ രഥത്തിന്റെ എല്ലാം 3 എന്ന സംഖ്യയിലുമാണെന്നാണ് ഋഗ്വേദം പറയുന്നത്. മധു എന്നാൽ തേൻ ആണെന്നാണല്ലോ അർത്ഥം. നമ്മൾ മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേൻ മാത്രമാണെന്നാണ് കരുതിയിരിക്കുന്നത്. ഈ പദം അശ്വിനി കുമാരന്മാരുമായി വളരെയേറെ അടുത്തു നിൽക്കുന്ന
ഒന്നാണ്. പക്ഷെ ഇവിടെ അശ്വിനി കുമാരന്മാരും മധുവും ഒരുമിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ മധു എന്നത് കൊണ്ട് വ്യക്തമാക്കുന്നത് ജീവിതത്തിന്റെ സുരക്ഷ, സമൃദ്ധി, യൗവനം, നല്ല കാഴ്ചശക്തി, അപകടമില്ലാത്ത ഒരു അവസ്ഥ, നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്നതിനെയൊക്കെയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇന്ദ്രന്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് വജ്രായുധം. ദധിച്ചി എന്ന ഒരു മഹർഷിയുടെ നട്ടെല്ലിൽ നിന്നുമാണ് ഈ വജ്രായുധം അദ്ദേഹം ഇന്ദ്രന് കൊടുത്തത്. പക്ഷെ ഈ ദധിച്ചി മഹർഷിയും ഈ അശ്വിനി കുമാരന്മാർ തമ്മിലും ഒരു ബന്ധമുണ്ട്. ഈ ദധിച്ചി മഹർഷിയുടെ കഥ വരുന്നത് ബൃഹദാരണ്യക ഉപനിഷത്തിലാണ്. ആ ഉപനിഷത്ത് പറയുന്നത് എന്തെന്നാൽ ലോകത്തിൽ ഉള്ള സത്ത എന്ന് പറയുന്നത് ഒറ്റയായി നിൽക്കുന്നതല്ലെന്നും ലോകത്തിലെ സകല കാര്യങ്ങളും ഒന്നിനോടൊന്ന് അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നുമാണ്. അതിന് ആ ഉപനിഷത്ത് കൊടുത്തിരിക്കുന്ന പേര് മധുബ്രഹ്മണ എന്നാണ്. ഈ മധുവിദ്യ അറിയുന്ന അതായത് ഈ ബ്രഹ്മാണ്ടത്തിന്റെ സത്ത എങ്ങനെ ഓരോന്നും ഒന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന ആ രഹസ്യത്തിന് മധുവിദ്യ എന്നാണത്രേ പറയുക. ഈ മധുവിദ്യ നന്നായിട്ട് അറിയുന്ന, അതിൽ ഒരു നൈപുണ്യവും പാണ്ഡിത്യവുമുള്ള ഒരു മഹർഷിയാണ് ദധിച്ചി മഹർഷി. ഈ രഹസ്യം അദ്ദേഹം ഇന്ദ്രന് പറഞ്ഞു കൊടുത്തിരുന്നു. ഇത് കേട്ട ഇന്ദ്രൻ തന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും ഈ രഹസ്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷണം തന്നെ ആ മഹർഷിയുടെ തല പൊട്ടിത്തെറിക്കും എന്നൊരു താക്കീത് കൊടുത്തിരുന്നു. അങ്ങനെ അശ്വിനി ദേവന്മാർ ഈ മഹർഷിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി പ്രത്യക്ഷപ്പെട്ട് ആ മധുവിദ്യ അവർക്കും പഠിക്കണമെന്ന് അപേക്ഷിച്ചു. എന്തുകൊണ്ടും യോഗ്യന്മാരാണ് ഈ സൂര്യപുത്രന്മാർ. അങ്ങനെ ഈ യോഗ്യന്മാരായ ശിഷ്യന്മാരോട് ഈ വിദ്യ താൻ അഭ്യസിച്ചു തരികയില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അദ്ദേഹം ഈ വിദ്യ താൻ അവർക്ക് പറഞ്ഞു കൊടുത്താൽ തന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ഒരു കാര്യം വ്യക്തമാക്കിയത്. ഈ മധുവിദ്യ ആ മഹർഷി അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തല മാറ്റിവെക്കുകയും അവിടെ ഒരു കുതിരയുടെ തല ഘടിപ്പിച്ച് അതിലൂടെ മധുവിദ്യ അവരെ അഭ്യസിപ്പിക്കുകയും അങ്ങനെ ആ വിദ്യ അവർ സ്വായത്തമാക്കി കഴിഞ്ഞാൽ ആ തല പൊട്ടിത്തെറിച്ചാലും കുഴപ്പമില്ലല്ലോ, അതൊരു കുതിരയുടെ തലയല്ലേ, അദ്ദേഹത്തിന്റെ തല നമ്മൾ സുരക്ഷിതമായി വെക്കുകയില്ലേ. അങ്ങനെ ഇവരെ വിശ്വസിച്ച് അദ്ദേഹം മധുവിദ്യ അഭ്യസിപ്പിക്കുകയും ഇന്ദ്രൻ പറഞ്ഞ പോലെ ഈ അഭ്യസിപ്പിച്ചു കഴിഞ്ഞ ക്ഷണത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ തലയുടെ സ്ഥാനത്ത് കുതിരയുടെ ആ ശിരസ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അനന്തരം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ അശ്വിനി ദേവന്മാർ ആ സുരക്ഷിതമായി വെച്ച തല വീണ്ടും ഘടിപ്പിച്ചു എന്നാണ് ഋഗ്വേദം പറയുന്നത്. വേദങ്ങൾ നുണ പറയാറില്ലല്ലോ. ഇവിടെ നിന്നുമൊക്കെ ആയിരിക്കണം അവയവ മാറ്റിവെക്കൽ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രം ഒക്കെ വന്നത്. ഈ വൈദ്യശാസ്ത്രത്തിന്റെ പല കാര്യങ്ങളും ഋഗ്വേദത്തിലെ ഈ മണ്ഡലത്തിൽ പറയുന്നു. ഇവർ എങ്ങനെ കാഴ്ചശക്തി നൽകി, എങ്ങനെ വെപ്പുകാൽ നൽകി, അതേപോലെ തന്നെ സന്താന ലബ്ധിക്കും ഇവരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സന്താന ലബ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പൊതുവേ ഉള്ള ഒരു ആരോഗ്യം, ആ ശരീര പുഷ്ടി, ഓർമ്മശക്തി, ഓജസ്, തേജസ് എല്ലാം ഇവർ പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അശ്വിനി കുമാരന്മാർക്ക് സ്വർഗത്തിൽ ഒരു വിലക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അവർ ചെയ്ത ഒരു ഉപകാരത്തിന് പ്രത്യോപകാരം എന്ന രീതിയിൽ ഒരു മഹർഷി അതിൽ ഇടപെടുകയും അങ്ങനെ ആ വിലക്ക് ഇന്ദ്രനോട് ഒരുമിച്ച് നിന്ന് പോരാടി അവർക്ക് ആ വിലക്ക് അദ്ദേഹം മാറ്റിക്കൊടുക്കുകയും ചെയ്തു. ആരാണ് ആ മഹർഷി? എന്താണ് അദ്ദേഹം ചെയ്തത്? ഈ കഥകൾ വരുന്നത് ആ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ നവമ സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലും മഹാഭാരതത്തിലെ വനപർവത്തിലുമാണ്. ഈ കഥ ആരംഭിക്കുന്നത് ശരത്യൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ ഒരേ ഒരു പുത്രിയായിരുന്നു സുകന്യ. അങ്ങനെ ഒരു ദിവസം
ഷര്യാതി രാജാവ് തന്റെ വൻ സൈന്യവുമൊത്ത് വേട്ടയ്ക്ക് പുറപ്പെട്ടപ്പോൾ താനും തന്റെ തോഴിമാരും കൂടി പിതാവിനോടൊത്ത് ഇന്ന് വനത്തിൽ വരട്ടെ എന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പിണങ്ങുകയും വാശി പിടിക്കുകയും ചെയ്തു. അങ്ങനെ ആ ദിവസം ആ രാജാവ് തന്റെ പുത്രിയും അവളുടെ തോഴിമാരുമൊത്ത് കാട്ടിലേക്ക് വൻ സൈന്യ സന്നാഹവുമായി വേട്ടയ്ക്ക് ഇറങ്ങി. അങ്ങനെ ആ രാജകുമാരിയുടെ പേര് സുകന്യ എന്നായിരുന്നു. ആ രാജകുമാരി തോഴിമാരുമൊത്ത് ഉല്ലസിച്ച് ആ കാട്ടിൽ പൂക്കളും പഴങ്ങളും എല്ലാം പൊട്ടിച്ച് വളരെ ഉല്ലാസവതിയായിട്ട് ആ ദിവസം അവരുടെ കടന്നുപോയി. അങ്ങനെ സന്ധ്യ മയങ്ങി വരുന്ന നേരത്ത് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് വനത്തിൽ നിന്ന് പുറപ്പെടണം എന്ന് രാജാവ് പറയുന്ന സമയത്ത് അവൾ കുറച്ചകലെയായി ഒരു ചിതൽ പുറ്റ് കാണുകയും ആ ചിതൽ പുറ്റിൽ നിന്നും എന്തോ രണ്ട് വൈരക്കല്ല് പോലെ മിന്നുന്നത് കണ്ടു. രാജാവും തോഴിമാരും വിലക്കിയിട്ടും വനത്തിൽ ഇപ്പോൾ ഇരുട്ട് വീഴും, വേഗം കൊട്ടാരത്തിൽ എത്തണം, കാട്ടിലുള്ളതൊന്നും ഇനി നോക്കാൻ നിൽക്കണ്ട, വേറൊരു അവസരത്തിലാകാം എന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. അങ്ങനെ ആ കാട്ടിലെ ആ ചിതൽ പുറ്റിൽ വൈരക്കല്ലായി പോലെ തിളങ്ങുന്ന അത്രയും പ്രഭയോടെ തിളങ്ങുന്ന രണ്ട് കല്ലുകൾ അവൾ അവിടെ കടന്നിരുന്ന ഒരു ചുള്ളിക്കമ്പ് വെച്ച് കുത്തി നോക്കി. ആ കമ്പ് കൊണ്ട് കുത്തിയ ക്ഷണം തന്നെ ആ രണ്ട് വൈരക്കല്ലിന്റെ അവിടെ നിന്നും ശക്തമായ രക്തസ്രാവം ഉണ്ടാവുകയും ആ ചിതൽ പുറ്റ് പൊടിഞ്ഞു വീഴുകയും ചെയ്തു. ഇത് കണ്ട് ആ രാജകുമാരി വല്ലാതെ ഭയന്നു പോയി. അതിൽ നിന്നും വല്ലാതെ ക്ഷീണിച്ച് അസ്ഥിപഞ്ജരനായ ഒരു മഹർഷി വന്നു. അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. ഏറെ കാലങ്ങളായി, കൊല്ലങ്ങളായി ഞാൻ ഇവിടെ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. എന്റെ മുകളിൽ ചിതൽ പുറ്റ് വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. എന്റെ കണ്ണുകൾ വൈരക്കല്ലുകൾ പോലെ തിളങ്ങുന്നു എന്നത് എന്റെ തപസിന്റെ ശക്തി കൊണ്ടായിരുന്നു. ഇപ്പോൾ ഈ വനത്തിൽ രണ്ട് കണ്ണുപോലും ഇല്ലാതെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അങ്ങനെ ഒരു വളരെ വിചിത്രമായ ഒരു ശാപം അദ്ദേഹം ഈ രാജാവായ ശര്യാദിക്കും അദ്ദേഹത്തിന്റെ ഈ നാട്ടിലേക്കും നാട്ടുകാർക്കും സൈന്യത്തിനും നൽകി. ഈ രാജാവിന്റെ രാജ്യത്തെ എല്ലാവരുടെയും ദഹന പ്രക്രിയ നിന്നു പോവട്ടെ. അങ്ങനെ ഇവർ എത്ര മാപ്പ് പറഞ്ഞെങ്കിലും അദ്ദേഹം കേട്ടില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആ സമയത്ത് രാജാവും സൈന്യവും ഈ രാജകുമാരിയും തോഴിമാരും അത്ര കണ്ടങ്ങ് ഒരു പ്രാധാന്യവും നൽകിയില്ല. അങ്ങനെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ അവർ ആ രാജ്യത്തെ ആ മുഴുവൻ പ്രജകളുടെയും രാജാവ് മുതൽ ഏറ്റവും താഴേക്കിടയിലിരിക്കുന്ന ഒരു പ്രജ വരെയും അവിടുത്തെ മൃഗങ്ങൾക്ക് വരെയും ദഹന പ്രക്രിയ വല്ലാതെ ബാധിച്ചു. അങ്ങനെ അവരുടെ വയറിനുള്ള പ്രശ്നം കാരണം അവിടെ ആ ജീവിതം മുഴുവനും ആ രാജ്യത്തെ ആളുകളുടെ സകല ജീവജാലങ്ങളുടെയും ജീവന്റെ താളം തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിന് എന്താണ് പ്രതിവിധി എന്ന് ചോദിക്കാൻ അവർ കാട്ടിലെത്തി. അപ്പോൾ ആ സന്യാസി, ആ മഹർഷി രാജാവിനോട് പറഞ്ഞു, ഞാൻ എന്റെ ശാപം തിരിച്ചെടുക്കാം. നിന്റെ രാജ്യത്തെ പ്രജകൾക്കും നിനക്കും എല്ലാവർക്കും ദഹന പ്രക്രിയ ശരിയാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ശാപം തിരിച്ചെടുക്കാം. പക്ഷേ എന്റെ ഈ അവസ്ഥയ്ക്ക് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? രണ്ട് കണ്ണുകൾ ഇല്ലാതെ ഞാൻ ഇനി എവിടെ പോയി ജീവിക്കും? ഞാൻ ഇനി ഒരു ആശ്രയവും ഇല്ലാതെ എങ്ങനെ ജീവിക്കും? താൻ കാരണമാണ് ഈ മഹർഷിയുടെ കണ്ണുകൾ നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ സുകന്യ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും ആ മഹർഷി വൃദ്ധനായ ആരോഗ്യം ക്ഷയിച്ച ആ മഹർഷിയെ തന്റെ പതിയായി സ്വീകരിച്ചു കൊള്ളാം എന്ന് വാഗ്ദാനം നൽകി. പോംവഴിയില്ലാതെ ആ രാജാവും അതിന് സമ്മതിച്ചു. അങ്ങനെ ആ രാജകുമാരി തന്റെ കൊട്ടാരത്തിലെ സകല സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് ആ ഒരു കാട്ടിൽ വന്ന് ആ വൃദ്ധനായ ആ മഹർഷിയോടൊത്ത് ഒരു ചെറിയ പർണശാല കെട്ടി താമസിക്കുവാൻ തുടങ്ങി. രാവിലെ അദ്ദേഹത്തിന് കുളിക്കുവാനുള്ള വെള്ളം, അദ്ദേഹത്തിന് പൂജയ്ക്കായിട്ടുള്ള പൂക്കൾ, പഴങ്ങൾ, അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് ആവശ്യത്തിനും അദ്ദേഹത്തിന്റെ ഒരു കണ്ണായി, അദ്ദേഹത്തിന്റെ ഒരു വലം കൈയായി സുകന്യ നിൽക്കുകയും അങ്ങനെ അവൾ അറിയാതെ ചെയ്തു പോയ ആ തെറ്റിനവൾ പ്രായശ്ചിത്തം കാണുകയും ചെയ്തു.
അങ്ങനെ കാലം കുറെ കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വനപ്രദേശത്ത് ഒരു സുന്ദരിയായ യുവതി ഒരു പർണശാലയുടെ പുറത്ത് നിൽക്കുന്നത് അശ്വിനി കുമാരന്മാർ കണ്ടു. അങ്ങനെ ഈ വനപ്രദേശത്ത് ആരുമില്ലാതെ ഒരു ആശ്രയവും ഇല്ലാതെ ഒരു യുവതി എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്നറിയാൻ അവർ താഴേക്ക് വന്നു. കാരണം അശ്വിനി ദേവന്മാർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു അപകട നിലയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവരെ സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അപകട നില തരണം ചെയ്യാൻ പറ്റുമെന്നും നമ്മളെ ഒരു സുരക്ഷിതമായ നിലയിലേക്ക് ഇവർ എത്തിക്കുമെന്നും ഋഗ്വേദം പറയുന്നത് ഇന്നുള്ള ആംബുലൻസ് സർവീസ് 108 എന്നൊക്കെ പറയുന്നില്ലേ, എമർജൻസി വെഹിക്കിൾ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതുപോലെയായിരുന്നത്രേ, അതുപോലെ ആണ് അവരുടെ രഥം എന്നാണ്. ഇവരെ സ്മരിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ക്ഷയിക്കുകയില്ല, നമ്മൾ ഒരു അപകടത്തിലേക്ക് പോവില്ല, നമ്മുടെ മനസ്സിലോ ബുദ്ധിയിലോ ഇരുട്ട് കയറുകയില്ല. പൊതുവെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ആ തത്വത്തിൽ മുറുക്കെ പിടിച്ചു വിശ്വസിക്കുന്നവരാണ് ഈ ഇരട്ട സഹോദരന്മാർ. അങ്ങനെ ഈ യുവതി, സുന്ദരിയായ ഈ യുവതി ഈ കൊടും കാട്ടിൽ ഒരു പർണശാല കെട്ടി എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്നറിയാൻ അവരവിടെ വരികയും എന്തിനാണ് ഇങ്ങനെ കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു രാജകുമാരിയാണെന്നും തന്റെ പേര് സുകന്യ എന്നാണെന്നും തനിക്ക് പറ്റിയ ഒരു അപരാധത്തിന്റെ പ്രായശ്ചിത്തമായി വൃദ്ധനായ ആരോഗ്യം ക്ഷയിച്ച ഒരു മഹർഷിയുടെ പത്നിയായി താൻ ഇവിടെ ജീവിക്കുകയാണെന്നും ഷര്യാദി രാജാവിന്റെ മകളാണ് താനെന്നും ആ വന്ന അശ്വിനി ദേവന്മാരോട് അവൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട അശ്വിനി ദേവന്മാർ ആ സുകന്യയെയും ഭർത്താവായ ശവന മഹർഷിയെയും സഹായിക്കാമെന്ന് ഏറ്റു. ആ രണ്ട് ദേവന്മാർ ആ രാജകുമാരിയോടായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഭവതിയുടെ പതിക്ക് കാഴ്ചശക്തിയും ആരോഗ്യവും യുവത്വവും തിരിച്ചു നൽകാം. ഇതിന് സമ്മതമാണോ എന്ന് ഭവതി പതിയോട് ചോദിക്കൂ. അങ്ങനെ ഈ രാജകുമാരി ശവന മഹർഷിയോട് അവരുടെ പർണശാലയിലേക്ക് അശ്വിനി ദേവന്മാർ വന്നിട്ടുണ്ടെന്നും ആ അദ്ദേഹത്തിന്റെ ഈ അന്ധതയിൽ നിന്നും ഈ ആരോഗ്യക്ഷയത്തിൽ നിന്നും ഈ വാർദ്ധക്യത്തിൽ നിന്നുമെല്ലാം അവർ ഒരു മാറ്റം വരുത്തി തരാമെന്ന് പറയുന്നുവെന്നും അതിന് അങ്ങേക്ക് സമ്മതമാണോ എന്നും ചോദിച്ചു. അങ്ങനെ ആ മഹർഷി അദ്ദേഹത്തിന്റെ സമ്മതം അറിയിക്കുകയും അങ്ങനെ അവർ ഈ മഹർഷിയെ ചികിത്സിക്കുകയും ചെയ്തു. ചില ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇതിന് കായകൽപ്പ ചികിത്സ എന്നാണ് പറയുന്നത്. എനിക്ക് വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനമില്ല, അതുകൊണ്ട് ഈ ചികിത്സാ രീതിയിലേക്ക് ഞാൻ ഗഹനമായിട്ട് പോകുന്നില്ല. അങ്ങനെ ഈ അശ്വിനി കുമാരന്മാർ കുറെ ഏറെ നാൾ ഈ വൃദ്ധനായ മഹർഷിയെ ചികിത്സിക്കുകയും അങ്ങനെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് കാഴ്ചശക്തി കിട്ടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്ഷയിച്ച ആരോഗ്യവും ഈ അദ്ദേഹത്തിന്റെ ശരീരത്തിന് ബാധിച്ച വാർദ്ധക്യവും അവർ മാറ്റുവാൻ തുടങ്ങി. അങ്ങനെ ചികിത്സ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ അവർ അദ്ദേഹവുമായി ഒരു കുളത്തിൽ പോയി കുളിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ആ കുളത്തിൽ ആ മഹർഷിയോടൊപ്പം അശ്വിനി കുമാരന്മാരും മുങ്ങി കുളിച്ചു. ഒരു അതിശയം എന്നോണം മുങ്ങി കുളിച്ചവർ നിവർന്നപ്പോൾ ആ അശ്വിനി കുമാരന്മാർ വളരെയേറെ യുവത്വമുള്ളവരും സുന്ദരന്മാരുമായിരുന്നുവെന്നാണ് ഋഗ്വേദവും മഹാഭാരതത്തിലെ വനപർവവും ശ്രീമദ് ഭാഗവതത്തിലെ നവമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായവും പറയുന്നത്. അങ്ങനെ മുങ്ങിക്കുളിച്ചപ്പോൾ വാർദ്ധക്യവും ആരോഗ്യക്ഷയവും സംഭവിച്ച ആ ശവന മഹർഷി കുളിച്ചു നിവർന്നപ്പോൾ ഈ അശ്വിനി ദേവന്മാരുടെ തന്നെ സമാനമായ രൂപഭംഗിയും യുവത്വവും അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ ഇവർ 3 പേരും കൂടി പർണശാലയിലേക്ക് പോയി. എന്നിട്ട് അശ്വിനി കുമാരന്മാർ ഒരു ആശ്ചര്യം എന്നോണം സുകന്യയോട് പറഞ്ഞു, നിങ്ങൾ 3 പേരെയും കണ്ടോ? ഇതിൽ ആരാണ് ഭവതിയുടെ പതി? കണ്ടപ്പോൾ 3 പേരും ഒരേപോലെ, ഒരു കടുകളവോളം പോലും അവർക്കൊരു രൂപവ്യത്യാസമില്ല. അവളുടെ പതിവ്രത എന്ന് പറയുന്നതിനൊരു പരീക്ഷയാണോ? എങ്ങനെ വേണമെങ്കിലും ഇത് എടുക്കാം. അങ്ങനെ തന്റെ പതിയുടെ രൂപമാറ്റം കണ്ട് സന്തോഷപ്പെടുകയും
അതേസമയം വല്ലാതെ ആശ്ചര്യപ്പെടുകയും ചെയ്തു സുകന്യ രാജകുമാരി. അങ്ങനെ കുറച്ചു നേരം മൂന്ന് കുമാരന്മാരെയും മാറി മാറി നോക്കിയിട്ട് അവൾ പറഞ്ഞു, അശ്വിനി ദേവന്മാരെ, നിങ്ങളാണ് അദ്ദേഹത്തിന്റെ രണ്ടു ഭാഗത്തും നിൽക്കുന്നത്. എന്റെ പതി നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും മധ്യത്തിലാണ്. അങ്ങനെ അവളുടെ പാതിവൃത്യം കണ്ട് സന്തോഷിച്ച അശ്വിനി ദേവന്മാർ അവളെ അനുഗ്രഹിക്കുകയും അത് തന്നെയാണ് ശവന മഹർഷി എന്ന് പറയുകയും ചെയ്തു. അതിൽ അശ്വിനി കുമാരന്മാർ ചോദിച്ചു, എങ്ങനെയാണ് ഒരു കടുകളവോളം പോലും രൂപത്തിൽ വ്യത്യാസമില്ലാത്ത നിങ്ങൾ മൂന്ന് പേരിൽ നിന്നും ഇതാണ് പതി എന്ന് എങ്ങനെയാണ് ഭവതി തിരിച്ചറിഞ്ഞത്? അപ്പോൾ അവൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കണ്ണിമയ്ക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ നടുക്ക് നിൽക്കുന്ന എന്റെ പതി കണ്ണിമയ്ക്കുന്നുണ്ടായിരുന്നു, കണ്ണു ചിമ്മുന്നുണ്ടായിരുന്നു. ആ കണ്ണ് ചിമ്മുന്നത് അല്ലെങ്കിൽ ആ കണ്ണിമയ്ക്കുന്നത് വെച്ചാണ് അത് എന്റെ പതി എന്ന് ഞാൻ കണ്ടുപിടിച്ചത്. ഇതിനും ഒരു കഥ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ നവമസ്കന്ധത്തിലെ 13-ാം അധ്യായം പറയുന്നു. നമ്മളൊക്കെ വളരെയധികം നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ഇങ്ങനെ കണ്ണ് ചിമ്മുന്നത് അല്ലെങ്കിൽ കണ്ണിമയ്ക്കുന്നത്. നമ്മുടെ കണ്ണിൽ ഒരു കരടോ എന്തെങ്കിലും വീണു കഴിഞ്ഞാൽ നീറുകയും നമ്മൾ വല്ലാതെ കണ്ണിട്ട് ബുദ്ധിമുട്ടിക്കും. അപ്പൊ ഈ കണ്ണിമയ്ക്കുന്ന പ്രതിഭാസം മനുഷ്യനിൽ എങ്ങനെയാണ് വന്നത്? നിമി എന്നൊരു ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ട ഒരു രാജാവുണ്ടായിരുന്നു. അങ്ങേയറ്റം നീതിമാനും സത്യത്തിന്റെ പാതയിൽ നടക്കുന്നവനും ധർമ്മിഷ്ഠനുമായിരുന്നു ഈ നിമി രാജാവ്. അങ്ങനെ ഇരിക്കെ ഒരു വലിയ യാഗം തന്റെ രാജ്യത്ത് നടത്താൻ അദ്ദേഹം തീരുമാനിക്കുകയും അതിലെ മുഖ്യ പുരോഹിതനായി വസിഷ്ഠ മഹർഷി വരണമെന്ന് അദ്ദേഹം കുറെ മുൻകൂട്ടി തന്നെ വസിഷ്ഠ മഹർഷിയെ അറിയിച്ചു. ഇത് കേട്ട് വസിഷ്ഠ മഹർഷി തീർച്ചയായും നിമി മഹാരാജാവിന്റെ രാജ്യത്ത് നടക്കുന്ന യാഗത്തിൽ താൻ പുരോഹിതനായി വരാമെന്നും, എന്നാൽ അന്നേ ദിവസം ഇതിനു മുൻപേ തന്നെ കുറെ മുൻപേ തന്നെ അതേ ദിവസം ഇന്ദ്രനും ഒരു യാഗം നടത്തുന്നുണ്ടെന്നും അതിലെ ചില ആ യാഗം ഒന്ന് തുടങ്ങി വെച്ചിട്ട് ഇവിടെ വേഗം എത്താമെന്നും അദ്ദേഹം ഈ നിമി രാജാവിന് വാക്കു നൽകി. അങ്ങനെ യാഗത്തിന്റെ ദിവസം വരികയും അങ്ങനെ നിമി രാജാവ് തന്റെ കുലഗുരുക്കന്മാരോടൊപ്പം കുറെ ഏറെ നേരം തന്നെ വസിഷ്ഠ മഹർഷിക്കായി കാത്തിരുന്നു. കാരണം യാഗത്തിന്റെ മുഖ്യ പുരോഹിതനായി അദ്ദേഹം നിയമിച്ചിരുന്നത് വസിഷ്ഠ മഹർഷിയെ ആയിരുന്നു. അങ്ങനെ നേരം ഉച്ചയാവാറായപ്പോൾ പോലും ആ മഹർഷി വന്നില്ല. സന്ധ്യയ്ക്ക് മുന്നേ യാഗം തീർക്കണമല്ലോ. അങ്ങനെ സൂര്യാസ്തമയത്തിന് മുന്നേ യാഗം തീർക്കണം. ഇപ്പോൾ ഉച്ച തന്നെ ആവാറായി. അങ്ങനെ കുലഗുരുക്കന്മാരുടെ ഉപദേശം മാനിച്ച് അതിലെ ഒരു ഗുരുവിനെ മുഖ്യ പുരോഹിതനായി നിയമിച്ച് യാഗാഗ്നിക്ക് യാഗത്തിന്റെ അഗ്നിക്ക് തീ കൊടുക്കുന്ന ആ ക്ഷണം തന്നെ വസിഷ്ഠ മഹർഷി അദ്ദേഹത്തിന്റെ യജ്ഞശാലയിൽ എത്തുകയും ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരുമെന്നും തന്റെ വാക്ക് വിശ്വസിക്കണമായിരുന്നുവെന്നും താൻ എത്ര വൈകിയാലും താൻ വരാതെ യാഗം തുടങ്ങുവാൻ പാടില്ലായിരുന്നുവെന്നും ഇത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമായി പോയി എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഈ രാജ്യത്തിന്റെയും രാജ്യത്തിലെ സകല ഐശ്വര്യങ്ങളുടെയും തന്റെ ഈ ആരോഗ്യമുള്ള ശരീരത്തിന്റെയും അഹങ്കാരമാണ് നിമി രാജാവിനെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്നും ഈ ശരീരത്തിന്റെ തന്നെ ഇല്ലാത്തവനായി പൂവട്ടെ, ഈ ശരീരമില്ലാത്തവനായി, ഈ സ്ഥൂല ശരീരം ഇല്ലാത്തവനായി പൂവട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം വസിഷ്ഠ മഹർഷി ആ നിമി രാജാവിനെ ശപിച്ചു. അങ്ങനെ ഈ നിമി രാജാവും വസിഷ്ഠ മഹർഷിയെ ശപിക്കുകയും അവർ തമ്മിൽ വലിയ ഒരു വഴക്കായി. അങ്ങനെ ഈ മഹർഷിയുടെ ശാപമേറ്റ അദ്ദേഹം ഈ മഹാരാജാവ് കുറെ ഏറെ നാൾ ഈ ശരീരമില്ലാത്തവനായി ഇരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പുണ്യപ്രവർത്തികളും സത്കർമ്മവും മാനിച്ച് ദേവന്മാർ ആ മഹർഷിക്ക് ആ മഹാരാജാവിന് ശരീരം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാലം താൻ ഒരു ശരീരമില്ലാതെ ജീവിച്ചപ്പോൾ തനിക്ക് ചില ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി എന്നും ആ എപ്പോഴൊക്കെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെ കുറിച്ച്
അഹങ്കരിക്കുന്നുവോ അപ്പോഴൊക്കെ അവന് തന്റെ ഓർമ്മ വരണമെന്നും അതുകൊണ്ട് ഇനി തനിക്ക് ഒരു സ്ഥൂല ശരീരം ആവശ്യമില്ലെന്നും തന്നെ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദേവന്മാർ ചോദിച്ചപ്പോൾ തനിക്ക് ആ സ്ഥൂല ശരീരം ഇനി മുതൽ വേണ്ട, അതിനു പകരം സകല ജീവജാലങ്ങളുടെയും സ്ഥൂല ശരീരത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി താൻ വരണമെന്നും അവിടെ ഓരോ മനുഷ്യന്റെയും കണ്ണിമയ്ക്കുന്ന പ്രതിഭാസമായി താൻ വരണമെന്നും ആ മഹാരാജാവ് അപേക്ഷിക്കുകയും അങ്ങനെ ആ വരം അദ്ദേഹത്തിന് ദേവന്മാർ നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ മനുഷ്യർക്ക് നിമിഷൻ എന്നും ദേവന്മാർക്ക് നിമിഷികൾ എന്നും പറയുന്നത്. വിഷ്ണു സഹസ്രനാമത്തിലെ 214 നാമവും 215 നാമവും നിമിഷോ അനിമിഷ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ലളിത സഹസ്രനാമത്തിലെ 281 നാമമായ ഉന്മേഷ നിമിഷോത്പന്ന വിപ്ര ഭുവനാവലി എന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് അമ്മ എപ്പോഴൊക്കെ കണ്ണ് തുറക്കുന്നുവോ, അമ്മ കണ്ണ് തുറന്നു വെക്കുന്ന സമയത്ത് സൃഷ്ടി നടക്കുകയും ഒരു ക്ഷണം, ഒരു ചെറിയ ക്ഷണം അമ്മ ഒന്ന് കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ അത് സംഹാരത്തിലേക്ക് നയിക്കുമെന്നും അങ്ങനെ ഒരു ക്ഷണനിമിഷം കൊണ്ടാണ് അമ്മ സൃഷ്ടിയും സംഹാരവും നടത്തുന്നതെന്നാണ് ലളിതാ സഹസ്രനാമത്തിന്റെ 281 നാമമായ ഉന്മേഷ നിമിഷോത്പന്ന ഭുവനാവലി എന്ന നാമം പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ ഈ കഥ പറയാൻ കാരണം ചവന മഹർഷിയുടെ ആ കണ്ണിമയ്ക്കുന്ന ആ പ്രതിഭാസം വെച്ചാണത്രേ ഈ സുകന്യ എന്ന് പറയുന്ന രാജകുമാരി ഇത് തന്റെ പതിയാണെന്ന് കണ്ടുപിടിച്ചത്. ദേവന്മാർ കണ്ണിമയ്ക്കാറില്ലത്രേ, അതുകൊണ്ടാണ് അവർക്ക് നിമിഷികൾ എന്ന പേരും വന്നത്. അങ്ങനെ ഈ ശവന മഹർഷിക്ക് അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു ലഭിക്കുകയും ക്ഷയിച്ച ആരോഗ്യസ്ഥിതി പോയി ആരോഗ്യവാൻ മാത്രമല്ല യുവത്വവും ലഭിക്കുകയും ചെയ്തു. ഇതിന് പ്രത്യോപകാരമായി താൻ എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സ്വർഗത്തിലെ ഇന്ദ്രനുമായി നിങ്ങൾ അടുത്തിടപഴകുന്നുണ്ടെങ്കിലും നിങ്ങൾ ദേവവൈദ്യന്മാരാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് സോമരസം അവിടെ വിലക്കിയിരിക്കുകയാണ്. സോമപാനം നിങ്ങൾക്ക് വിലക്കിയിരിക്കുകയാണ്. ഈ ചില യാഗങ്ങളിൽ നൽകുന്ന ഈ സോമയജ്ഞം എന്നൊക്കെ പറയുന്നില്ലേ, അതിൽ ഈ സോമം നിങ്ങൾക്ക് ലഭിക്കാറില്ല. അതിൽ നിങ്ങൾ ഒരു മാറ്റം വരുത്തി തരണം. അതിൽ ആ സോമരസത്തിന്റെ പങ്ക്, സോമത്തിലെ പങ്ക് നിങ്ങൾക്കും ലഭ്യമാക്കി തരണം. അങ്ങനെ അദ്ദേഹം വാക്കു കൊടുത്തു, നിങ്ങളുടെ ഈ വിലക്ക് ഞാൻ മാറ്റിത്തരാം. അങ്ങനെ ഈ ശവന മഹർഷി ഒരു ബൃഹത് യാഗം നടത്തുകയും അദ്ദേഹം അശ്വിനി ദേവന്മാർക്ക് സോമം കൊടുക്കുന്ന ആ ക്ഷണം തന്നെ ഇന്ദ്രൻ വന്ന് ഇതിന് വിലക്ക് ഏർപ്പെടുത്തി. ഇവൻ നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞത്, അങ്ങ് ഇവർക്ക് ഈ സോമരസം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങയുടെ തല പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ആക്കും. അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് അങ്ങ് ഇവർക്ക് സോമരസം കൊടുക്കരുത്. പക്ഷേ അദ്ദേഹം തന്റെ തപശക്തി കൊണ്ട് മദ എന്നു പേരുള്ള ഒരു ക്രൂര അതിഭയങ്കര സത്വത്തെ നിർമ്മിക്കുകയും അത് മാത്രമല്ല ആ മഹർഷിയെ പ്രഹരിക്കുവാൻ വേണ്ടി വജ്രായുധം എടുത്ത് ഇന്ദ്രന്റെ കൈകൾ അദ്ദേഹം നിശ്ചലമാക്കുകയും ചെയ്തു. അങ്ങനെ ആ ഇന്ദ്രന്റെ ഒരു കൈ നിശ്ചലമായി പോയി. അതിനാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പരാലിസിസ് എന്നൊക്കെ പറയുന്നത്. ഒരു അവയവം ചലിക്കാൻ പറ്റാത്ത അവസ്ഥയെ പോലും ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവന്റെ ഒരു കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. അനന്തരം ഈ മഹർഷി തപോബലം കൊണ്ട് മദ എന്ന ഒരു ക്രൂര സത്വത്തെ ഉണ്ടാക്കുകയും ഇന്ദ്രനെ ആക്രമിക്കുവാൻ വിടുകയും ചെയ്തു. അങ്ങനെ ഇന്ദ്രന്റെ ഒരു കൈ തളർന്നു പോവുകയും തന്നെ ആക്രമിക്കാൻ മഹർഷിയുടെ തപോബലത്തിൽ നിന്നും സൃഷ്ടിച്ച ഒരു ക്രൂരമായ സത്വം തന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്നും എല്ലാം കരുതി അയാളുടെ സ്ഥിതി വല്ലാതെ ഗുരുതരാവസ്ഥയിലായി. അങ്ങനെ ആ മഹർഷിയോട് മാപ്പ് ചോദിക്കുകയും അങ്ങനെ ആ അശ്വിനി ദേവന്മാരുടെ വിലക്ക് അയാൾ മാറ്റുകയും ചെയ്തു. പിന്നീട് മഹർഷിയോട് ഈ മദ എന്ന പേരുള്ള സത്വത്തെ അദ്ദേഹം തിരിച്ചെടുക്കണമെന്നും
തന്നെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് അപേക്ഷിച്ചു. അങ്ങനെ തന്റെ കഴിവുകളിൽ അഹങ്കരിക്കുകയും മറ്റും ചെയ്യുന്നവന് ഇതൊരു പാഠമായിരിക്കട്ടെ എന്നും ഈ മത എന്ന സത്വത്തെ ഈ മഹർഷി തിരിച്ചു വിളിച്ചെങ്കിലും അദ്ദേഹം ഈ മത എന്ന് പറഞ്ഞ സത്വത്തെ നാലായി വിഭജിക്കുകയും ഇന്നും ആ മത നമ്മളുടെ ഇടയിൽ 4 രൂപങ്ങളിൽ വിഹരിക്കുന്നുണ്ടെന്നാണ് ഭാഗവതവും ശ്രീമദ് മഹാഭാരതത്തിലെ വനപർവം, പ്രത്യേകിച്ച് ഈ കഥ വരുന്നത് മഹാഭാരതത്തിലെ വനപർവത്തിലാണ്. ആ മത എന്ന സത്വം ഇപ്പോഴും ഈ ഭൂമിയിൽ 4 രൂപങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ വിഹരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ആദ്യത്തെ ഭാവമാണ് മദ്യപാനം. രണ്ടാമത്തെ ഭാവമാണ് സ്ത്രീകളുമായിട്ടുള്ള സംഗമം. മൂന്നാമത്തേതാണ് ചൂതാട്ടം. നാലാമത്തേത് വേട്ട. അങ്ങനെ ആ ഒരു ദുഷ്ട സത്വമായ മതയുടെ 4 ഭാവങ്ങളാണ് മദ്യപാനം, ദുഷ്ട സ്ത്രീകളുമായുള്ള സംഗമം. ദുഷ്ട സ്ത്രീകൾ എന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങേയറ്റം സഭ്യമായ ഭാഷയിലാണ് ഞാൻ ദുഷ്ട സ്ത്രീകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ചൂതാട്ടം, നാലാമത്തേത് വേട്ട. അങ്ങനെ ഇന്ദ്രന്റെ ആ എതിർപ്പ് അവസാനിക്കുകയും അങ്ങനെ അവർക്ക് സോമം എന്ന ആ പങ്ക് ലഭിക്കുകയും ചെയ്തു. ഈ കഥ വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ നവമ സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലും മഹാഭാരതത്തിലെ വനപർവത്തിലുമാണ്. സൂര്യപുത്രന്മാരായ ഇവർ തീർച്ചയായിട്ടും സൂര്യോദയവുമായി ബന്ധപ്പെട്ടവരാണ്. ഞാൻ എന്റെ വാസുകി ടോക്സിൽ ഒരു ഷോർട്ട് വീഡിയോ അരുണോദയത്തെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സൂര്യോദയം വരുമ്പോൾ ഉഷസ് ആ രാത്രി അവസാനിച്ച് പ്രകാശം വരുമ്പോൾ രാവിലത്തെ പ്രഭാത ആകാശത്ത് വരുന്ന ചുവന്ന ആദ്യത്തെ രശ്മികൾ അത് അരുണന്റെ ആണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഋഗ്വേദം പറയുന്നത് എന്തെന്നാൽ രാത്രി എപ്പോഴവസാനിക്കുന്നോ രാത്രിയുടെ അവസാന യാമം കഴിഞ്ഞ് പുലരുന്ന ആ ഒരു ദിവസം പുലരുമല്ലോ, അതിന്റെ ആദ്യത്തെ യാമത്തിൽ ആദ്യത്തെ വേളയിൽ ഈ അശ്വിനി കുമാരന്മാരാണത്രേ രഥത്തിൽ വരിക. അവരാണത്രേ രാത്രിയുടെ ഇരുട്ടിനെ മുറിച്ച് ആദ്യത്തെ വെളിച്ചം നൽകുന്നത് ഇവരാണത്രേ. അതിനുശേഷമാണത്രേ ഉഷസ് വരുന്നതും പിന്നീടാണ് സൂര്യൻ അദ്ദേഹത്തിന്റെ രഥത്തിൽ അരുണൻ എന്ന തേരാളിയോടൊപ്പം പ്രഭാതത്തിൽ ആകാശത്ത് വരുന്നു എന്നുമാണ് പറയുന്നത്. ഇത് ഋഗ്വേദത്തിലാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ശവന മഹർഷിക്ക് ശവന പ്രാവശ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. എന്നാൽ ഈ ഞാൻ പറഞ്ഞ കഥയിലോ ഈ ശ്രീമദ് ഭാഗവതത്തിലോ മഹാഭാരതത്തിലോ ഈ പേരിനും അദ്ദേഹത്തിന്റെ ഇതിനുമായി ഒരു ബന്ധമില്ല. ശവന പ്രാവശ്യം എന്ന ഒരു കൂട്ടുമായി ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. ഈ ശവന പ്രാവശ്യം ഇതിനെ പറ്റി പറയുന്ന ആധികാരികമായ ഒരു ആയുർവേദ ഗ്രന്ഥമാണ് ചരക സംഹിത. അതിലെ രസായന അധ്യായമാണ് ഈ ശവനപ്രാശത്തെ പറ്റി പറയുന്നതും ഇത് വെച്ചാണ് അവർ ആ മുനിയെ സംരക്ഷിച്ചതുമെന്ന് അവിടെ പറയുന്നുണ്ടത്രേ. അത് തികച്ചും ആയുർവേദ വൈദ്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുസ്തകമായതുകൊണ്ട് ഞാൻ വൈദ്യശാസ്ത്രവുമായി ബന്ധമില്ലാത്ത ഒരാളായതുകൊണ്ട് അതിലോട്ട് ഞാൻ അധികം പോകുന്നില്ല. ശവന പ്രാവശ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നെല്ലിക്കായാണ്. അത് നമ്മളുടെ ശരീര പുഷ്ടിക്കും യുവത്വത്തിനും പിന്നെ ഓർമ്മ ശക്തിക്കും ക്ഷീണം രോഗം എന്നീ അവസ്ഥ വരാതെ ഒരു രോഗപ്രതിരോധ ശക്തി കൂട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഈ ദേവവൈദ്യന്മാരായ ഇവർ മനുഷ്യരുടെയും അടുത്തും നന്നായിട്ട് തന്നെ ഇടപഴകാറുണ്ടത്രേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അശ്വിനി ദേവന്മാരെ സ്മരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് രോഗത്തിൽ നിന്നും ആരോഗ്യവും അതേപോലെ തന്നെ ജീവിതത്തിലെ ചില നിരാശ സങ്കടം എന്ന സ്ഥിതിയിൽ നിന്നും ഒരു പ്രത്യാശയിലോട്ടും ഇരുട്ട് എന്നൊരു അവസ്ഥയിൽ നിന്ന് പ്രകാശത്തിലേക്കും
ബലക്ഷയം എന്ന ഒരു അവസ്ഥയിൽ നിന്നും, ബലക്ഷയം, ക്ഷീണം എന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു നല്ല ആരോഗ്യപരമായ ഒരു മനസ്സും ശരീരവും ശരീരപുഷ്ടിയും നല്ല ഓർമ്മ ശക്തിയും എല്ലാം പുത്തനുണർവും ഇവർ ഏകുമെന്നാണ് ഋഗ്വേദം തന്നെ പറയുന്നത്. എവിടെയൊക്കെ അപകടം നടക്കുന്നു അവിടെ ഒരു ഇന്നത്തെ 108 പോലെ ഇവർ ഓടിയെത്തുമെന്നാണ് ഋഗ്വേദം തന്നെ പറയുന്നത്. ഋഗ്വേദത്തിലെ ചില സൂക്തങ്ങൾ കുറച്ച് കഠിനമാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. അതുകൊണ്ടാണ് അതിലോട്ട് ഞാൻ അധികം പോവാത്തത്. ഇതൊക്കെയാണ് അശ്വിനി കുമാരന്മാർ അല്ലെങ്കിൽ അശ്വിനി ദേവന്മാരുടെ കഥ. അങ്ങനെ ദധിച്ചി മഹർഷിയുടെ തല മാറ്റിവെച്ച് മധുവിദ്യ അഭ്യസിച്ചതും, ശ്രീ മഹർഷിയെ ഒരു അഗ്നിബാധയിൽ നിന്നും രക്ഷിച്ചതും, വിഷപാല എന്ന രാജ്ഞിക്ക് വെപ്പുകാൽ വെച്ചു കൊടുത്തതും, കണ്വ മഹർഷിക്കും വേറെ അവരുടെ ഒരു സുഹൃത്തിനും കാഴ്ച നഷ്ടമായപ്പോൾ ആ കാഴ്ച ശക്തി തിരിച്ചു നൽകുകയും, അതേപോലെ ശവന മഹർഷിക്കും കാഴ്ച ശക്തിയും അദ്ദേഹത്തിന്റെ വാർദ്ധക്യ അവസ്ഥ, അതേപോലെ തന്നെ ഈ ആരോഗ്യം ക്ഷയിച്ച അവസ്ഥയിൽ നിന്നും ഒരു പുത്തൻ ഉണർവും യുവത്വവും നൽകിയ ദേവന്മാരാണ് അശ്വിനി കുമാരന്മാർ. 27 നക്ഷത്രത്തിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിന്റെ അധിപന്മാരാണിവർ. ചില ഇവർക്ക് പ്രത്യേക ക്ഷേത്രങ്ങൾ ഉള്ളതായി എന്റെ അറിവിലില്ല. എന്നാൽ ചില ദൈവത്തിന്റെ പടങ്ങളിൽ, പ്രത്യേകിച്ച് പത്മനാഭ സ്വാമിയുടെ അനന്ത ശയനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. കുതിരയുടെ തലയുള്ള 2 കുമാരന്മാർ അദ്ദേഹത്തെ തൊഴുകൈയോടെ നിന്ന് വന്ദിക്കുന്നുണ്ടാവും. ആ കുതിരയുടെ മുഖമുള്ള ആ ഇരട്ട സഹോദരന്മാരെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. അവരാണ് ദേവന്മാരുടെ വൈദ്യന്മാരായ അശ്വിനി ദേവന്മാർ. ഇതുപോലത്തെ കഥകൾ ഇനിയും അറിയാൻ വാസുകി ടോക്സ് ഫോളോ ചെയ്യൂ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി നാളെ ഒരു കഥയുമായി നാളെ വൈകുന്നേരം 7 മുതൽ 8 വരെ ലൈവായി കാണാം. ഈ ലൈവ് സ്ട്രീമിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു. ഇനി നാളെ വൈകുന്നേരം വേറൊരു കഥയുമായി 7 മുതൽ 8 വരെ കാണാം. അതുവരെ നിങ്ങളുടെ അടുത്ത് വിട പറയുന്നത് നിങ്ങളുടെ വാസുകി. ടേക്ക് കെയർ ആൻഡ് ബൈ.